ഹേ ഗായ്സ് നമ്മുടെ ഷോർട്സ് വ്ലോഗിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അനൂപ് ചേട്ടൻ്റെ അടിച്ചു മാറ്റിയ ഡയലോഗുമായിട്ടാകാം ഇന്നത്തെ വീഡിയോയുടെ തുടക്കം. മൈ ഡിയർ സുട്ടുകുട്ടികളെ, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. സോറി, റൂട്ട് മാറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ വട്ടം തിരിഞ്ഞ് നിന്നപ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ട തട്ടിക്കൂട്ട് ദോശ. തൽക്കാലം അതൊന്നും ഇവിടെ ഇല്ല, എങ്കിലും തട്ടിക്കൂട്ടിയ ദോശയും ഒരു ചിക്കൻ കറിയും ആവാം. ചെറുപ്പം മുതലേ എനിക്കിഷ്ടമുള്ള ഫുഡിൽ ഒന്നാണ് ദോശ അല്ലെങ്കിൽ ഇഡലി. ദോശയുടെ കൂടെ ചട്നിയും സാമ്പാറും കഴിക്കുന്നതിലും എനിക്കിഷ്ടം വല്ല മീൻകറിയോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാനാണ്. മീൻകറിയാണ് ഫേവറേറ്റ് എങ്കിലും ഇവിടെ മീൻ കിട്ടാൻ ഉള്ള സാധ്യത വളരെ കുറവും കിട്ടിയാൽ തന്നെ അതത്ര ഫ്രഷും അല്ലാത്തത് കൊണ്ടും ഞാനിന്ന് ചിക്കൻ ആവാമെന്ന് കരുതി. സോ ഗൈസ്, കം ഓൺ, ലെറ്റ്സ് മേക്ക് അവർ ചിക്കൻ കറി. പെപ്പർ ഇല്ലാതെ എന്ത് ചിക്കൻ അല്ലേ? കുറച്ച് പെപ്പറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇരിക്കട്ടെ. അതിൽ കിടന്ന് ഇവനൊന്ന് വേവുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. അപ്പോൾ പിന്നെ ഇവനെ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഹാ, അന്തസ്, നല്ല മണം. അപ്പോൾ അവർ വെന്തിട്ടുണ്ട്. ഇനി അവർക്ക് കുറച്ച് കളർ കൊടുക്കണ്ടേ നമുക്ക്. അതിനായിട്ട് ഞാൻ നേരത്തെ എന്നെ വറുത്ത് വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ കുറച്ച് ചിക്കൻ മസാലയും റോസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇട്ട ഉരുളക്കിഴങ്ങിന് ഇനി ഒറ്റപ്പെടലാവണ്ട, നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ടേക്കാം. അങ്ങനെ ഇവരെ എല്ലാവരും കൂടി ഒന്ന് ഇളക്കി പുരട്ടി ഒന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിം മറക്കണ്ട. എല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. സോ ഇവരെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ആഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇവരൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഉപ്പ് നോക്കാമേ. കൊള്ളാം. ഒന്നും കൂടി അവരെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം. സോ ഇനി നമുക്ക് കഴിച്ചേക്കല്ലേ. ദോശയും ചിക്കൻ കറിയും റെഡിയായി ഗൈസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കൂ, മറക്കണ്ട സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.